ശ്രീകാന്ത് തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സി എൽ തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി എൽ തോമസ്, ഇതിപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത നടപടി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം തത്സമയം ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കെതിരെ 120B-യും 308-ഉം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമായാലും, അത് ഏത് തരത്തിലുള്ള പ്രതിഷേധമായാലും, അത് ഒരു മാധ്യമ പ്രവർത്തകനോ അവരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ജോലിയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ പോലീസ് കേസ് എടുക്കുന്ന നടപടി അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തായാലും നടക്കുന്നതല്ല. ഈ കാര്യത്തില് പോലീസിന്റെ ഭാഗത്ത് നേരത്തെ വന്നിട്ടുള്ള ചില വാർത്തകളും ഞാൻ ഓർക്കുന്നു. അത് ഈ മാധ്യമ പ്രവർത്തകയും പ്രതിഷേധക്കാരും തമ്മിൽ നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നുള്ള ചില വാദങ്ങൾ ചിലയിടത്തുനിന്ന് കണ്ടിരുന്നു. ഇനിയിപ്പോൾ അത് സത്യമായാൽ തന്നെ അത് ഈ പണിയുടെ ഭാഗമാണ്. അപ്പൊ ആ നിലയ്ക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭരിക്കുന്ന അല്ലെങ്കിൽ അത് പോലീസ് കേസാക്കുന്നതാണ് എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് തീർത്തും നിരക്കുന്നതല്ല. ഇത് അനീതിയാണ്. നമ്മൾ ഉത്തരേന്ത്യയിലെ എന്താണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്നത് എന്ന് ഉള്ളതിനെ കുറിച്ച് വാചാലമാവുകയും കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത് പോലെ കേരളത്തിൽ നടക്കുന്നു എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ചില സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സി എൽ തോമസ്, ഇതിൽ കൃത്യമായി തന്നെ എഫ്ഐആറിൽ പറയുന്നുണ്ട്, പ്രതിഷേധം നടക്കുമ്പോൾ വിനീത സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതാണ് വാദം. ഈ വാദം പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന വകുപ്പ് 120B-യും 308-ഉമാണ്. അതായത് വധശ്രമത്തിനടക്കം കേസെടുത്തിരിക്കുകയാണ് ശ്രീ സി എൽ തോമസ്. അത് തീർത്തും അന്യായമാണ്. പിന്നെ മാത്രമല്ല, ഇത് വളരെ വിചിത്രമായി തോന്നുന്നു പോലീസിന്റെ ഈ വാദം. കാരണം ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ആ സ്ഥലത്തുണ്ടാവുക എന്നുള്ളതൊരു ഞാൻ എഡിറ്ററായിട്ടും റിപ്പോർട്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു സംഭവം നടക്കുമ്പോൾ എൻ്റെ റിപ്പോർട്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ ആ റിപ്പോർട്ടറെ അഭിനന്ദിക്കുകയുള്ളൂ. പിന്നെ അത് കണ്ടെത്താനും അത്തരമൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവിടെ എത്താനുമുള്ളത് അതാണ് ആത്യന്തികമായി മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കേണ്ട ശേഷി. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ശുദ്ധമായ നഗ്നമായ കടന്നുകയറ്റമാണ്. ഇത് തുടർച്ചയായി എന്തുകൊണ്ടാണ് ശ്രീ സി എൽ തോമസ്, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അങ്ങനെ നടപടികളിലേക്ക് കടക്കുകയും പിന്നെ അത് കോടതിയിലേക്ക് പോകുമ്പോൾ അത് കോടതി എടുത്തെറിഞ്ഞു കളയുകയാണ്, രൂക്ഷ വിമർശനം സർക്കാരിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്? ഇത് തുടർച്ചയായി എന്തുകൊണ്ട്? അതും ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കല് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമായിട്ടും മാത്രവുമല്ല, എവിടെയൊക്കെ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുവോ അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു സർക്കാർ ഇത് ചെയ്യുമ്പോൾ അതിന്റെ അത് തീർത്തും അവരെന്താണോ പറയുന്നത് അതിനോട് തന്നെ അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് വേണം സാമാന്യ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ. ഇത് നിരന്തരമായി കേരളത്തിൽ എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു? അതായത് മാധ്യമപ്രവർത്തനം, നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തന വിമർശനമുണ്ട്. മാധ്യമപ്രവർത്തകർ വിമർശിക്കപ്പെടേണ്ടവരല്ല, അതിനതീതരായിട്ടുള്ളവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും വിമർശന വിധേയമാവേണ്ടതാണ്. നമ്മളുടെ മാധ്യമ പ്രവർത്തനം തന്നെ മാധ്യമധർമ്മങ്ങളിൽ ഊന്നി മാത്രമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊക്കെ ഉള്ള ഒരുപാട് വയലേഷൻസ് നടക്കുന്നുണ്ട്. അതിന് വിമർശനം നടക്കട്ടെ, ജനാധിപത്യപരമായ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കട്ടെ, അത് നല്ല കാര്യം. അതൊരു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയുള്ളൂ. പക്ഷേ ഇത് കരിനിയമങ്ങൾ ഉപയോഗിച്ചും പോലീസിന്റെ ശക്തി, ഭരണകൂട ശക്തി ഉപയോഗിച്ചും മാധ്യമപ്രവർത്തകരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തീർത്തും അന്യായമാണ്. അതൊരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല എന്ന് മാത്രമല്ല, വിശിഷ്യ ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും ചേർന്നതല്ല. മാധ്യമങ്ങളെ ഭയക്കുന്നുണ്ടോ ഈ സർക്കാർ, ശ്രീ സി എൽ തോമസ്? അതിപ്പോ ഞാനെങ്ങനെ പറയാം? അതുകൊണ്ടാണോ നിരന്തരം ഇത്തരത്തിലേക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത്? അത് ഒരു തരത്തിലും ന്യായം ഇല്ലാത്ത തരത്തിലേക്ക് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്
ഒരുപക്ഷെ റിപ്പോർട്ടിങ് ചില അസ്വസ്ഥതകളും അസൗകര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവാം. ഭരണകൂടങ്ങൾക്ക് സമാന സ്വഭാവങ്ങൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടെ ആവാം. കാരണം വിമർശനങ്ങളെ സഹിക്കാൻ പറ്റില്ല, വിമർശനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ കഴിയുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കേണ്ട മൂല്യമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ആ സഹിഷ്ണുത ഇല്ലാതെ വരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായി അത് വിമർശിക്കാവുന്നതാണ്. വിമർശനത്തെ മാധ്യമ പ്രവർത്തകർ അസഹിഷ്ണുത അതിനോട് കാണിക്കേണ്ട കാര്യവുമില്ല. അതൊരു സമൂഹത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തന രീതികളെ എനിക്ക് തന്നെ വിമർശനമുണ്ട്. ആ മാധ്യമ പ്രവർത്തന രീതികളിൽ എനിക്ക് വിമർശനമുണ്ട്. പക്ഷേ അതിന് ഒരു മാധ്യമ പ്രവർത്തകനോ അവരുടെ ജോലി ചെയ്യുമ്പോൾ കരിനിയമങ്ങൾ അവർക്ക് മേലിൽ ചാർത്തി അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രം അറിയാവുന്നവരാണ് ഇടതുപക്ഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടെന്നും അതിന്റെ അവസാന ഫലം എന്തായിരുന്നുവെന്നും അറിയാവുന്നവരാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് നിരന്തരം കേരളത്തിൽ ഇങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെ കടന്നുകയറ്റം നടത്തുന്നത് എന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ CL തോമസ് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.